മച്ചാന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ചെറിയ സ്ഥലത്തൊന്നും അല്ല ഇരിക്കുന്നത്. നമ്മൾ നമ്മുടെ ചെറുതോണി ഡാമിന്റെ ഇടുക്കി ഡാമിന്റെ ഒക്കെ കറക്റ്റ് മുന്നിലായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഡാമിലെ വെള്ളമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു അടിപൊളി വീഡിയോ എടുക്കാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരുന്നു. നിങ്ങൾ എന്നാലും പോയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്ന വീഡിയോ ഒക്കെ കണ്ടേച്ചുമ്പോൾ അതിനുമ്പ് ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലേക്കണം ഇടിച്ച് പൊടിച്ചേച്ച് പോവുക. അപ്പൊ എന്നാലും ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്ന വഴി നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾക്ക് വഴിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വഴിയൊക്കെ ഉണ്ടാക്കി ഇടുക്കി ഡാം പണിയാൻ വന്ന ആൾക്കാർ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി വന്നാലും ഞങ്ങൾ ഏകദേശം അതുപോലെയൊക്കെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്താനായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ ഇടുക്കി ഗോൾഡിൽ നമ്മളൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിൽ ഞങ്ങൾ അവന്മാരിങ്ങനെ ഷർട്ടക്കൂരി കറക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, ആ പാട്ടിൽ മാണിക്കച്ചിറ കൊള്ളാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കണ്ടോണ്ടിരുന്നപ്പോൾ അവിടെ ഒരു കൂട്ടാനാണ് ജോമിൻസ്. അപ്പൊ അവൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ പോയാലോ, നമുക്ക് ഇവിടെ പോയാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ വന്നത്. നിലവിൽ യൂട്യൂബിലൊന്നും ഈ സ്ഥലത്തെ കുറിച്ച് ഒറ്റ വീഡിയോ പോലും ഇല്ല കേട്ടോ. ആ ഒരു പാട്ടിൽ മാത്രമാണ് ഈ ഒരു സീൻ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടുവെച്ചുമ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സ്ഥലത്തെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ, നമ്മൾ ഇങ്ങോട്ട് വന്ന കാഴ്ചകൾ, ഇനിയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കഷ്ടപ്പെട്ട് മല കയറുന്നല്ലേ ഞങ്ങൾ. പ്രേക്ഷകരെ, ഞങ്ങൾ ടിങ് ടിങ് മച്ചാനെ പോലെ വളരെ വിചിത്രമായൊരു യാത്രയാണ് പോകുന്നത്. സച്ചിൻ വളരെ വിചിത്രമായിട്ട് മല കയറുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രേക്ഷകരെ, വളരെ വിചിത്രമായൊരു മലയാണിത്. മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ വഴിയില്ല. ഇവിടെ ഒന്ന് നഷ്ടപ്പെടാൻ നോക്കണേ. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു മരമാണേ. നോക്കി അതിൻ്റെ വേരൊക്കെ എന്ത് രസമാണ് നോക്കി. വളരെ അടിപൊളിയൊരു മരമാണ്. സച്ചിൻ വേണ കയറിയിരുന്നോ? മടുത്തോ? ഇത് ബലമില്ലാത്ത മരമാണ്. നമ്മൾ അടി വെച്ചപ്പോൾ പണി കിട്ടും, കാരണം ബലം ഒട്ടുമില്ലാത്ത മരമാണ്. അത് മേളിലേക്ക് പോകാം. ഒരുപാട് തവണ ഒരുപാട് മലകൾ കയറിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു കയറ്റം ലൈഫിൽ ആദ്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് മല കയറിയിട്ടുണ്ട്, പക്ഷേ അവിടെയൊക്കെ വഴിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കാട്ടിക്കൂടെയൊക്കെ പോകുന്ന ആദ്യമായിട്ടോ. അടുത്ത് ശരിക്കും പറഞ്ഞു ഇനി മടുക്കാനായിട്ടൊന്നുമില്ല. അയ്യോ, ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാറയുണ്ട്. ഞങ്ങൾ കുറേ നേരം കാട്ടിക്കൂടെ വന്നിട്ട് ഏകദേശം ഒരു അടിപൊളി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ മേളിലേക്ക് പോകാനുണ്ട്. മേളിലേക്ക് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ അവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് മേളിലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഉള്ളൊരു അടിപൊളി സീനുണ്ട്, ആ സീനറി കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും മേളിലേക്ക് പോവാണ്. ഏകദേശം എത്താറായി, എന്നാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മലയുടെ അടുത്തെത്തിയിട്ടുണ്ട്. സച്ചിനൊക്കെ ഇവിടെ തിരിക്കുവാണ്. സച്ചിനല്ല, നമ്മളെല്ലാവരും അടുത്തിരിക്കുവാണ്. അയ്യോ, ഇനി ഈ കയറ്റം മുഴുവൻ നമ്മൾ കയറണം. ഈ ഒരു മലയുടെ മേളുവശമാണ് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളത് കയറുവാണ്. മടുത്ത് പണ്ടാൻ തുടങ്ങി ഗൈസ്. വാവ്, ഇതൊരു അടിപൊളി മലയാണ് ഗൈസ്. വളരെ വിചിത്രമായൊരു മലയാണിത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു മലയുടെ മേളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന കാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്നാലും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും അടുത്ത്. എനിക്ക് സച്ചിൻ ഏറ്റവും കൂടുതൽ അടുത്ത്. സച്ചിനെ നോക്കടാ. അപ്പോൾ എല്ലാവരും അടുത്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്തിനാണ് ഇത്ര അടുത്ത് വന്നതെന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾ ആ ചോദ്യം കാണിച്ചു തരാം. ചോദ്യമല്ല, ചോദ്യത്തിനുള്ള ആൻസർ കാണിച്ചു തരാം. ഞങ്ങൾ വന്നതാണ്ടേ ഇതിനാണ്. ഞങ്ങളിത് ഇടുക്കി ഡാമിലെ വെള്ളം കാണാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അതായത് ഡാമിൻ്റെ മുകളിൽ കയറാതെ തന്നെ അതിന് തൊട്ടപ്പുറത്തൊരു മലയിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കാണുന്നതുണ്ടോ, ഇത് ചെറുതോണി ഡാമാണ്. ഇപ്പോൾ ചെറുതോണി അപ്പുറത്താണ് ഇടുക്കി ഡാമുള്ളത്. അപ്പോൾ ഇടുക്കി ഡാമിലെയും ചെറുതോണി ഡാമിലൊക്കെ വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് കാണാനായിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. ഈ മല മുഴുവൻ കയറിയത് ഞങ്ങൾ ഏകദേശം കയറിയത് താഴെ കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങളിങ്ങോട്ട് കയറിയത്.
അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച കാണാനായിട്ടാണ്. ഞങ്ങളിപ്പോൾ ഡാമിനേക്കാളും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ അതിൻ്റെ താഴേന്ന് കയറിയത്. ഇപ്പോൾ അതിനേക്കാളും ഹൈറ്റിലാണ് ഞങ്ങളുള്ളത്. കാരണം ഞങ്ങൾക്ക് വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. മെയിൻ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് കേട്ടോ. ഇടുക്കി മെഡിക്കൽ കോളേജ് പുതിയ മെഡിക്കൽ കോളേജാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ വിദ്യാധിരാജ സ്കൂളൊക്കെ. ഇവിടെയാണ് നമ്മുടെ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു. മെയിൻ ഒരു ലൊക്കേഷനായിരുന്നു ഈ ഒരു സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ ക്യാരക്ടേഴ്സൊക്കെ പഠിച്ച ആ ഒരു സ്കൂളാണത്. അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന ചെറുതോണി ഡാം. ചെറുതോണി ഡാമിന് ഇടുക്കി ഡാം കാണത്തില്ല കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. നമ്മൾ ചെറുതോണി ഡാമിലേക്ക് ഇതിലേ പ്രവേശിച്ച് നമ്മൾ ഇതിലാണ് ഇടുക്കി ഡാമിലേക്ക് പോകുന്നത് കേട്ടോ. പ്രളയം വന്ന വഴി കേട്ടോ. ഇതാണ് നമ്മുടെ പ്രളയത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്നൊക്കെ പറയാം. ആ കാണുന്നത് നമ്മൾ ഇതിലാണ് പ്രളയം വന്ന വഴി. പക്ഷേ ഇതൊക്കെയാണ് കേട്ടോ റോഡൊക്കെ പോയി കിടക്കുന്നത്. നമ്മുടെ ചെറുതോണി ടൗൺ ആണ് ഇതിൻ്റെ ഒരു അടിയിൽ. ആ കാണുന്നതൊക്കെ കണ്ടോ, അതൊക്കെ പ്രളയത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ കാണുന്നത് പോയി കിടക്കുന്നത്. അതായത് ഒരു പുഴയായിരുന്നു, നമ്മുടെ ചെറുതോണി പുഴയാണിത്. മുഴുവൻ കല്ലൊക്കെ വന്ന് കിടക്കുന്നത്. ചെറുതോണിയിലേക്ക് പോകുന്ന നമ്മുടെ വഴിയാണിത്. ചെറുതോണി ടൗൺ ഞാൻ കുറച്ചും കൂടെ മുകളിലേക്ക് എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ കുറച്ചും കൂടെ മുകളിലേക്ക് പോയി നോക്കാം കേട്ടോ. ഞങ്ങൾ എത്ര പോകാവോ അത്രയും പോകും. ഇന്ന് ഏതൊക്കെ മല കയറാൻ പറ്റുമോ ആ മലയെല്ലാം കയറും. ഏകദേശം അപ്പോൾ ഞങ്ങൾ ഒരുപാട് മടുത്ത ഇവിടെ വന്നെങ്കിലും ഞങ്ങൾ ഇവിടെ കൂടെ നിർത്തുന്നില്ല. ഞങ്ങൾ കുറച്ചും കൂടെ പോകുക. എന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ മുകളിലേക്ക് പോയാൽ എന്തുവാ ഞങ്ങൾ പോകാമെന്ന് വെച്ചു. കാരണം എന്തായാലും ഇത്രയും വന്നു. ഇതുപോലെ ഒരു വരവിന് വരാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റില്ല. നമ്മൾ ഫ്രണ്ട്സായിട്ട് മാത്രമേ വരാൻ പറ്റൂ. ഇത് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റത്തില്ല. നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ സാറിന് ഇങ്ങനത്തെ ഇതിനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മേളിലേക്കും കൂടെ പോകാം. അവിടുത്തെ കാഴ്ചകളോടെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇത്രയും ഭംഗിയാണെങ്കിൽ മേളിൽ എന്തായാലും അതിലും ഭംഗിയായിരിക്കും. എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങളിതൊക്കെ ഒന്ന് കണ്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ പറയുന്ന പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നത്? അയ്യോ, എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് പോയിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് വൈറലാക്കൂ ഗൈസ്. അയ്യോ, ഇതിൻ്റെ അങ്ങനെ കയറും. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ വഴിയൊക്കെ. ഇത് കണ്ടോ, ഈ ഒരു പാറയുടെ ഉള്ളിൽ കൂടെ ഒക്കെ വേണം പോകാനായിട്ട്. എന്നാ ചെയ്യോ എനിക്കറിയാൻ മേല. എന്തായാലും നമ്മൾ പോവാണ്, നമ്മൾ വിട്ടു കൊടുക്കത്തില്ല. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. അവിടെ നമ്മളിപ്പോൾ എന്ത് വേളിലാണോ ഉള്ളത് ഗൈസ്? അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നു കേട്ടോ. ഇതാണ് ഏറ്റവും ടോപ്പ്. ഇനി അങ്ങോട്ടും മലയില്ല ഇങ്ങോട്ടും ഇല്ല. ഞങ്ങളിപ്പോൾ ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറുതോണിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതാണ്ട് ഈ കാണുന്ന കണ്ടോ നമ്മുടെ ചെറുതോണി ടൗൺ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇടുക്കി ഡാമിലെ വെള്ളം ഇപ്പോൾ ഇവിടെ നിന്ന് ഭയങ്കര ക്ലിയറാണ്. കാണിച്ചോ സച്ചിനെ? ഡാമിലെ വെള്ളം ഇവിടെ നിന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാം. ശരിക്കും എന്റെ സ്വന്തം ഷർട്ട് ഊരി ഇങ്ങനെ കറക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഊരിയ കറുത്ത ടീഷർട്ട് ആണെന്നാണ് വിചാരിക്കുന്നതാണ്. ഞാൻ ഊരുന്നില്ല. ഞാൻ ആരും എന്റെ ഷർട്ട് ഊരിയിട്ട് ഇങ്ങനെ കറക്കണം. അതായത് അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് ഞങ്ങൾ നിൽക്കുന്നതിന്റെ താഴത്തേക്ക് ഒരു ഭയങ്കര ഭീകരമായ കൊക്കാണ് കേട്ടോ. കാരണം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ കുറച്ചൊക്കെ ഇങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ഹൈറ്റ് ഒക്കെ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങോട്ടൊന്നും മാക്സിമം ആരും വരാതിരിക്കുക. ഞങ്ങളെപ്പോലുള്ള അഡ്വഞ്ചർ പീപ്പിൾ ഒക്കെ വരുന്ന സ്ഥലമാണ്. അപ്പം സാധാരണക്കാരൊന്നും വരാതിരിക്കുക. കാരണം ഇത് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വരുമ്പോൾ. ഗൈസ്, അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ അങ്ങോട്ട് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമ്മളൊന്നെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറയും. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരവെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഇങ്ങോട്ട് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. വഴിയൊക്കെ ഉണ്ടാക്കിയാണ് ഞങ്ങൾ വന്നത്. കൈയൊക്കെ മുഴുവൻ മുറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കാരണം ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ സീൻ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴിയൊന്നും ദയവ് ചെയ്ത് ആരും ചോദിക്കരുത്, കമൻറ്റൊന്നും ചോദിക്കരുത്. നമ്മൾ പറയത്തില്ല. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊക്കെ അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാക്കുന്ന തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നിങ്ങളെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് പറയാണ്. അഡ്വാൻസ് ആയിട്ടല്ല, വീഡിയോയുടെ അവസാനം തന്നെ പറയാണ്.
എന്നാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ആരും കമന്റിലൊന്നും ചോദിക്കരുത് എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കരുത്. നമ്മുടെ ചെറുതോണി ഡാം നമുക്ക് കാണാൻ പറ്റും, ഇടുക്കി ഡാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി വരുന്നവർ അത് കണ്ടിട്ട് പോകും. ഇങ്ങനത്തെ നമ്മളിത് സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു സംഭവം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റിൽ പറയാം. അപ്പൊ എന്നാലും പുതിയൊരു വ്യത്യസ്തമായ ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റിൽ പറയാം. അപ്പൊ എന്തായാലും കാണിച്ചു തരാം. അതിനിപ്പോ നിങ്ങളൊരു സാധനം കാണിച്ചു തരാവേ. അതായത് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ മുഴുവൻ ഈന്തപ്പഴത്തിന്റെ ഈന്തമരത്തിന്റെ മരമാണ് കേട്ടോ. ഇതൊക്കെ ഈന്തയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രമാത്രം ഈന്തപ്പഴത്തിന്റെ മഴ വന്നേ? മുഴുവൻ നാക്കുളിക്കാനുള്ള ഗൈസ്. കുട്ട, നീ മറ്റേ ആദുറാനിക്കൊക്കെ പിടിക്കത്തില്ലേ ഇങ്ങനെ? അങ്ങനെ പിടിക്കുക. കണ്ണടച്ചിന് മുകളിലോട്ട് കൈയും കൂട്ടി പിടിച്ചു വെച്ചോണ്ടിരിക്കുക. ഇനി അടുത്ത ദിവസം ഉമ്മ കൊടുത്തേ.